മായ അവസ്ഥയാണ് ഇപ്പോട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണ് നാരദര് ചെല്ലുന്നത്. അല്ല, ഇവിടെ കുട്ടിയുണ്ടായെന്നൊക്കെ കേട്ടുമല്ലോ. അത് അവനല്ലല്ലോ, അവനല്ല എന്നെ കൊല്ലുന്ന പറഞ്ഞ് 8ാമത്തെ ആളല്ലേ? അതെ. പക്ഷെ അങ്ങക്ക് എന്താ അറിയാം? അന്ന് ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ കാലദേവിയാണ് അങ്ങ്. അല്ലാണ്ട് ഈ കൃഷ്ണന്റെ അമ്മാവനൊന്നല്ല. ഇങ്ങനെ കുട്ടി ഉണ്ടാവാൻ പോകുന്ന കുട്ടിയുടെ അമ്മാവനൊന്നല്ല. ദേവന്മാരുടെ വിദ്യകളൊന്നും അങ്ങേക്ക് അറിയില്ല കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ സ്വന്തം കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടെങ്കിൽ അങ്ങക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു. പിന്നീട് 5 കുട്ടികളുണ്ടായി. ഇവരെയൊക്കെ കംസൻ കൊല്ലുന്ന രംഗങ്ങൾ. ദേവകി വസുദേവന്മാരിപ്പോൾ കാരാഗ്രഹത്തിലാണ്. ഉഗ്രസേന അത് കാരാഗ്രഹത്തിലിട്ടപ്പോൾ അതിനൊന്ന് എതിർക്കാൻ വന്നതാണ് അച്ഛനെയും ഇപ്പോൾ കാരാഗ്രഹത്തിലിട്ടു. അച്ഛനോടിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ട്. കാരാഗ്രഹത്തിൽ കിടന്നാൽ ഈ ഭരണമൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ചിലവർ ഇങ്ങനെ വെച്ചിട്ട് ഭരിക്കുന്നവർ വേറെ ആയിരിക്കും അല്ലേ, നമ്മളൊക്കെ കാണുന്നതില്ലേ. അങ്ങനെ പ്രളംബകചാണൂര അങ്ങനെയുള്ള ആളുകളോടുകൂടി ഭരിക്കുന്ന സജ്ജനങ്ങളെല്ലാം ഇപ്പോൾ നാട് വിട്ട് പോയിരിക്കുന്നു. ആ കൂട്ടത്തില് രോഹിണി ദേവിയും അവിടുന്ന് ഓടിപ്പോയി. 6 കുട്ടികളെ നിഗ്രഹിച്ചു കഴിഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞു. 7ാമത് സംഘർഷണൻ ദേവകി ഗർഭത്തിൽ വന്നപ്പോൾ സാക്ഷാൽ യോഗമായി ഉപയോഗിച്ചുകൊണ്ട് ആ നന്ദഗ്രഹത്തില് വാഴുന്ന ദേവകി രോഹിണിയിലേക്ക് ആ ഗർഭത്തെ മാറ്റി. കംസൻ ദേവകി ഗർഭം അലസിപ്പോയിന്ന് അറിഞ്ഞു. നാട്ടുകാരൊക്കെ പറയണത് എങ്ങനെ അലസിപ്പോവാതെ എന്തൊക്കെ ദ്രോഹം ആ ദേവകിക്ക്. എങ്ങനെയാ സ്വസ്ഥത വല്ലതുണ്ടോ? കിടപ്പ് കാരാഗ്രഹത്തിലല്ലേ, അലസിപ്പോയാൽ അത്ഭുതമൊന്നുമില്ല. പിന്നീട് വസുദേവരുടെ ഹൃദയത്തിൽ ആദ്യമായിട്ട് ആ ഭഗവാന്റെ പ്രകാശം വരുന്നു. അതിനെ വർണ്ണിച്ചു കൊടുക്കുന്നത് അത് ദേവകി സ്വീകരിച്ചുകൊണ്ട് ആ ഗർഭത്തില് അച്യുത ചേതസ് വളർന്നു വരുന്ന രംഗം. ഈ സമയത്ത് ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ കാരാഗ്രഹത്തിൽ വന്ന ഗർഭസ്ഥ ശിശുവിനെ സ്തുതിക്കുന്ന രംഗമാണ് പിന്നീട് വർണ്ണിച്ചത്. ബ്രഹ്മാവിന്റെ സ്തുതി സത്യം പരം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണേ. വേദാന്ത തത്വങ്ങളെയൊക്കെ പറഞ്ഞു. ഭഗവാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഈ കൊച്ചുകുട്ടിയുടെ അടുത്തിട്ട് ചെന്നിട്ട് വേദാന്ത തത്വങ്ങൾ പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. അപ്പൊ മനസ്സിലായി. ഭക്തിയെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അത് ഈ സമയത്ത് സമയ ദുർലഭത കൊണ്ട് തന്നെ അത് നീട്ടുന്നില്ല. അങ്ങനെയൊക്കെയാ സ്തുതിച്ചതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മദേവന് ഒക്കെ അവിടെ അന്തർധാനം ചെയ്യുന്ന രംഗത്തെ അടുത്ത അധ്യായത്തിൽ ചിത്രീകരിക്കുന്നു.